ഹായ് ഓൾ. ഇന്നലത്തെ മാർക്കറ്റിൽ നമ്മൾ ലെവലുകളൊക്കെ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഞാൻ രണ്ട് ലെവലുകളെ സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ പറഞ്ഞത് 25,470 ബ്രേക്ക് ചെയ്താൽ ഹോൾ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. 25 അതായത് മിനിയാനത്തെ ലോ ബ്രേക്ക് ചെയ്താൽ പുട്ട് സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. പുട്ട് സൈഡിലേക്കാണ് നമുക്ക് ഇതിൽ ട്രേഡ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം 9:40 ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലോസ് ചെയ്ത് എവിടെയാണ് നമ്മുടെ ലെവലിന് മുകളിലായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ ട്രേഡ് എടുത്തിട്ടില്ല. പിന്നെ 11:35 രണ്ടാമത് നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്ത് കൃത്യമായി 5 മിനിറ്റ് ക്യാൻഡിലാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് ആ ലെവലിന് താഴെ ക്ലോസ് ചെയ്തത്. ആ സമയത്ത് ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. 25,400 ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. 140 ബൈ ചെയ്തു, 160 സെല് ചെയ്തു. അപ്പോൾ 20 രൂപയോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മാർക്കറ്റ് നല്ലൊരു റാലി അപ്പ് സൈഡിലേക്ക് തന്നു അല്ലേ. ആ സമയത്ത് എനിക്ക് ആ റാലി ക്യാച്ച് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം എൻ്റെ ലെവലുകളിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ ലെവലുകളിലുള്ള ട്രേഡ് മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ട്രേഡ് എടുക്കാമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, അതായത് മിനിയാനത്തിലോ, അത് ബ്രേക്ക് ചെയ്ത് പിന്നെ മുകളിലേക്ക് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ട്രേഡ് എടുക്കാമായിരുന്നു. ഏകദേശം ഒരു 2:30 ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മുകളിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് വീക്കിലി പൊസിഷൻ ആഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. പിന്നെ എന്താ വെച്ചെങ്കിൽ അത്ര കംഫർട്ട് അല്ലായിരുന്നു ഞാൻ ആ അപ്പ് സൈഡിലേക്കുള്ള റാലിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തിട്ടില്ല. വീക്കിലി പൊസിഷൻ ഞാൻ ആ സമയത്ത് ആഡ് ചെയ്തത് എത്ര വെച്ചെങ്കിൽ 25,700 കോൾ ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. 24,900 പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഏതെങ്കിലും സ്റ്റോപ്പ് ലോസ് അടിക്കും. ഹോൾ സൈഡിലേക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത. സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. അതായത് നിങ്ങൾ ഓർത്ത് വെച്ച് 25,700 24,900 പുട്ട് ഓപ്ഷനും ആണ് ഞാൻ സെല് ചെയ്തത്. തിങ്കളാഴ്ചത്തെ നമുക്ക് ലെവലുകളൊന്ന് നോക്കാം. തിങ്കളാഴ്ച ലെവൽ വെച്ചാൽ കുറച്ച് വലിയ ലെവലുകളാണ്. കുറച്ച് ഗ്യാപ്പ് കൂടുതലാണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിന്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് ചാർട്ട് കണ്ടിട്ട്. ഒരു സൈഡ് വേസ് ചാനലിൽ നിഫ്റ്റി ഇപ്പോൾ പോകുന്ന ചാർട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം. ചാർട്ട് കാണുമ്പോൾ നിഫ്റ്റി ഏകദേശം 25,500 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. 500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് പുട്ട് സൈഡിലേക്ക്, അത് ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് 25,500 അടുത്താണ് ഓപ്പണിംഗ് ആവുന്നതെങ്കിൽ നമുക്ക് പുട്ട് സൈഡിലേക്ക് ട്രേഡ് നോക്കാം. അല്ല, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ആ 500 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാലും വീണ്ടും തിരിച്ച് കയറി 500 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ കോൾ സൈഡിലേക്ക് നോക്കാം. അതായത് ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു, നിഫ്റ്റി താഴേക്ക് വന്നു. 25,500 സപ്പോർട്ട് എടുക്കണമെന്നില്ല, കുറച്ചും കൂടി താഴേക്ക് വരാം. അതിനുശേഷം റിവേഴ്സ് ആയിട്ട് മുകളിലേക്ക് പോയി 25,500 ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് കോൾ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അല്ല, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ, ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 25, അതായത് മിനിയാത്തിൽ ലോ ഉണ്ടല്ലോ, അതൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ ഇന്നലത്തെ പോലെ തന്നെ അത് ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് ട്രേഡ് നോക്കി 25,300 വരെ ട്രേഡ് നോക്കും. ഒരു 80 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ ഒരു ട്രേഡും കൂടെ നോക്കാം. അത്രമാത്രം ലെവലുകൾ കാണുന്നുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ലെവൽ വെച്ചാൽ 25,380, 25,500, 25,600 ഈ 3 ലെവലുകൾ വെച്ചിട്ടാണ് നാളെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അതായത് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ സൈഡ് വേസ് ചാനലിൽ പോകുന്നതിൻ്റെ ലെവലും കൂടിയാണ് സൈഡിൽ കൊടുക്കുക. നിങ്ങൾ ചാർട്ടിൽ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ലെവലുകൾ ആഡ് ചെയ്ത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്. ആ ഭാഗത്തുള്ള അത് ചാർട്ടിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആ സമയത്തിൽ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഏത് ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളത്. പിന്നെ എല്ലാവരും ടെലിഗ്രാം ചാനൽ തുടങ്ങാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ടെലിഗ്രാം ചാനൽ ഞാൻ നാളെ തുടങ്ങാം. ഞാൻ എടുക്കുന്ന ട്രേഡ് ഓൺ ദ സ്പോട്ടിൽ അപ്പോൾ തന്നെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ അത് ഇന്ന് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ്റെ പ്രീമിയം ഇതാ വെച്ചെങ്കിൽ ആ സ്ട്രൈക്ക് പ്രൈസ് ഇത് ആഡ് ചെയ്തോ ഇന്ന് ലെവലിൽ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ വീക്കിലി ട്രേഡ് ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലെവലുകൾ അപ്പോൾ തന്നെ മാർക്കറ്റിൽ തന്നെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് എടുക്കാൻ കുറച്ചും കൂടി സൗകര്യമാണല്ലോ. അപ്പോൾ അതും കൂടി ചെയ്ത് തരാം. അപ്പോൾ ലെവലുകൾ ഇങ്ങനെ നോക്കി വെച്ചോ. 25,380, പിന്നെ താഴത്ത് ഡൗൺ സൈഡിലേക്കാണ് 25,300 വരെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മുകളിലേക്കാണ് 25,500, 25,600 ഈ ലെവലുകളാണ് ഞാൻ നാളെ നോക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കിയിട്ട് നാളെ ട്രേഡ് എടുക്കാം.